ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് ഫിലിം സ്റ്റഡീസിലെ സ്പ്രിംഗ്, സമ്മർ, ഫോൾ, വിൻ്റർ ആൻഡ് സ്പ്രിംഗ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ലെജൻഡറി കൊറിയൻ ഡയറക്ടർ ആയിട്ടുള്ള കിം കി ഡുക്കിൻ്റെ ഒരു സിനിമയാണ്. നമ്മളിവിടെ ആ സിനിമയുടെ പാർട്ട് ബൈ പാർട്ടായിട്ടുള്ള ഒരു സമ്മറിയും അതിലെ ഇമ്പോർട്ടൻ്റ് തീംസ്, സിംബോളിസം എന്നിവയുടെ ഒരു നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിൻ്റെ സമ്മറി നോക്കാം. സ്പ്രിംഗ്. The film opens with a young boy, brimming with a innocent curiosity, living on a serene floating monastery with an aged Buddhist master. ഈ സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ചെറിയൊരു ആൺകുട്ടിയാണ്. ഈ ആൺകുട്ടി ഒരു ബുദ്ധ സന്യാസിയുടെ കൂടെ ഒരു മൊണാസ്റ്ററിയിലാണ് താമസിക്കുന്നത്. ഈ മൊണാസ്റ്ററിക്ക് ഒരു സവിശേഷതയുണ്ട്. അതൊരു തടാകത്തിന്റെ നടുവിലാണ് ഈ ആശ്രമം ഉള്ളത്. അവിടേക്ക് ഒരു വഞ്ചിയിലാണ് വരികയും പോവുകയൊക്കെ ചെയ്യുന്നത്. ഇനി അവിടെ ഈ കുട്ടി സ്വാഭാവികമായിട്ടുള്ള കുട്ടികളെ പോലെ വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ക്യൂരിയോസിറ്റി ഉള്ള ഒരു കുട്ടിയായിട്ടാണ് നമ്മൾ ഇവനെ കാണുന്നത്. Their days are a peaceful rhythm of quiet rituals, meditation and a deep connection to nature. ഒരു ആശ്രമത്തിലെ ജീവിതം എന്ന് നമ്മൾ സങ്കല്പിക്കുന്ന പോലെ തന്നെയാണ് അവിടെ പ്രാർത്ഥനയും മെഡിറ്റേഷനും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. One day, the boy's playful cruelty surfaces as he ties stones to a fish, a frog and a snake, ലോഫിംഗ് അറ്റ് എ സ്ട്രഗിൾ. പക്ഷെ കുട്ടികളാവുന്ന സമയത്ത് അവർക്ക് വികൃതികളൊക്കെ ഉണ്ടാവാം എന്ന് നമുക്ക് അറിയുന്നതാണ്. അതുപോലുള്ളൊരു കാര്യമാണ് നമ്മൾ സിനിമയിൽ പിന്നീട് കാണുന്നത്. ഈ കുട്ടി ചെറിയ കല്ലുകൾ എടുത്തുകൊണ്ട് ഒരു ഫിഷിൻ്റെയും ഫ്രോഗിൻ്റെയും സ്നേക്കിൻ്റെയും മേല് കെട്ടിവെച്ചുകൊണ്ട് ആ കല്ല് കെട്ടിവെച്ച കാരണം കൊണ്ട് ഇവയ്ക്ക് അവിടുന്ന് അനങ്ങാൻ പറ്റാത്തത് കണ്ടുകൊണ്ട് ചിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ദ വൈസ് മാസ്റ്റർ ഒബ്സർവിംഗ് ദിസ് ties a small stone to the boy himself. ഇത് നമ്മുടെ ഈ മാസ്റ്റർ കാണുന്നുണ്ട്. അപ്പൊ അന്ന് രാത്രി ഈ കുട്ടി ഉറങ്ങുന്ന സമയത്ത് ചെറിയൊരു പാറക്കഷ്ണം എടുത്തുകൊണ്ട് ഈ കുട്ടിയുടെ മേല് അദ്ദേഹം കെട്ടിവെക്കുകയാണ്. ഹി ക്യാൻ ഓൺലി റിമൂവ് ഇറ്റ് വൺസ് ഹി ഫ്രീസ് ദ ക്രിയേച്ചേഴ്സ്. എന്നിട്ട് പറയുന്നത്, ഇന്നലെ നീ ഈ കല്ല് കെട്ടിവെച്ച ജീവികളെ നീ മോചിപ്പിച്ചാൽ മാത്രമേ ഈ കല്ല് നിനക്ക് നിന്റെ മേലിൽ നിന്ന് അഴിക്കാൻ പറ്റുള്ളൂ എന്നാണ്. The master adds a powerful way to the lesson. If any of them die, the boy will carry that stone in his heart forever. എന്നിട്ട് ഒരു സന്ദേശം കൂടി ആ കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. നീ ഇത് രക്ഷപ്പെടുത്താൻ വേണ്ടി പോകുന്ന സമയത്ത് അതിൽ ഏതെങ്കിലും ഒന്ന് മരിച്ചിട്ടുണ്ടെങ്കിൽ ഈ കല്ല് നിനക്ക് നിന്റെ ഹൃദയത്തിൽ എല്ലാ കാലത്തേക്കും ചുമക്കേണ്ടി വരുമെന്നാണ് ആ സന്യാസി പറയുന്നത്. The boy frantically searches and rescues the fish and frog, but the snake is tragically dead. അപ്പൊ ഈ കുട്ടി ഇങ്ങനെ പോയിട്ട് അതിനെ കണ്ടുപിടിച്ച് രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ ഫിഷിനെ കാണും, ഫ്രോഗിനെ കാണും, അതിനെ രക്ഷിക്കും. പക്ഷെ സ്നേക്കിന്റെ അടുത്ത് നോക്കുമ്പോൾ സ്നേക്ക് ഓൾറെഡി മരിച്ചതായിട്ടാണ് കുട്ടി കാണുന്നത്. ദിസ് ലീവ്സ് ഹിം ഡെവസ്റ്റേറ്റഡ്, ക്യാരിയിങ് ദ വെയിറ്റ് ഓഫ് ഹിസ് ആക്ഷൻസ്. അത് കാണുമ്പോൾ കുട്ടിക്ക് സങ്കടമായിട്ട് കുട്ടി ഇങ്ങനെ കരയുന്നതാണ് നമ്മൾ ഈ സിനിമയുടെ ഫസ്റ്റത്തെ ഒരു പാർട്ടിൽ കാണുന്നത്. സമ്മർ. ഇയേഴ്സ് പാസ് ആൻഡ് ദ ബോയ് ഹാസ് മെച്യൂർഡ് ഇൻ ടു എ യങ് മാൻ. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ കുട്ടി ഒരു ചെറുപ്പക്കാരനായതാണ് നമ്മൾ അടുത്ത പാർട്ടിൽ കാണുന്നത്. എ യങ് വുമൺ അറൈവ്സ് അറ്റ് ദ മൊണാസ്റ്ററി ബ്രോട്ട് ബൈ ഹെർ മദർ ടു സീക്ക് ഹീലിംഗ് ഫോർ എൻ അൺനോൺ ഇൽനെസ്, പോസിബിളി ഡിപ്രഷൻ. അങ്ങനെ ഇവർ അവിടെ കഴിയുന്ന സമയത്ത് ഒരു ദിവസം ഒരു യുവതിയെയും കൊണ്ട് ആ യുവതിയുടെ അമ്മ അവിടേക്ക് വരുന്നു. ആ യുവതിക്ക് എന്തോ ഒരു അസുഖമുണ്ട്. അതെന്താണെന്ന് അവർക്ക് അറിയില്ല. നമുക്ക് ശാരീരികമായിട്ടുള്ള അസുഖങ്ങളൊന്നുമല്ല, അവർക്ക് മാനസികമായിട്ട് ഡിപ്രഷനോ മറ്റോ എന്താണെന്നാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ആ യുവതിക്ക് ഒരു ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി, അവരെ ക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ആശ്രമത്തിൽ ആ കുട്ടിയുടെ അമ്മ കൊണ്ടുവന്നാക്കുന്നു. ദ ബോയ് ഈസ് ഇൻസ്റ്റന്റ്ലി ക്യാപ്റ്റിവേറ്റഡ് ബൈ ഹെർ, യെറ്റ് ഹിസ് ഷൈനസ് കീപ്സ് ഹിം ഫ്രം സ്പീക്കിംഗ് ഹിസ് ഫീലിങ്സ്. അപ്പൊ ഈ യുവതിയെ കാണുന്ന സമയത്ത് നമ്മുടെ ഈ ചെറുപ്പക്കാരന് ഒരു അട്രാക്ഷനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ അവന് പുറം ലോകവുമായിട്ടൊരു പരിചയം ഇല്ലാത്തതുകൊണ്ടും അവന് സംസാരിച്ച് പരിചയമില്ലാത്തതുകൊണ്ടും അവന് ഇവന്റെ നാണക്കേട് കാരണം കൊണ്ടൊന്നും സംസാരിക്കാനൊന്നും സാധിക്കുന്നില്ല. ഹൗവർ എ റൊമാൻസ് ബ്ലോസംസ് ബിറ്റ്വീൻ ദം. പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ സംസാരിക്കുകയും അവർ തമ്മിലൊരു റൊമാൻസ് ഉണ്ടാവുകയും ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആവുകയൊക്കെ ചെയ്യുന്നു. നമ്മുടെ മാസ്റ്റർ അറിയാതെയാണ് അവരവരുടെ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നത്. കാരണം മാസ്റ്റർ ഉറങ്ങുന്ന സമയത്ത് ഒക്കെയാണ് ഇവർ ഇങ്ങനെ സംസാരിക്കുന്നതും പുറത്തു പോവുകയൊക്കെ ചെയ്യുന്നത്. ദ മാസ്റ്റർ വൺ ഡേ ഡിസ്കവേഴ്സ് ദർ സീക്രട്ട്, ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് കണ്ടംനേഷൻ ഹി ഓഫേഴ്സ് ഗൈഡൻസ്. പക്ഷെ ഒരു ദിവസം നമ്മുടെ മാസ്റ്റർ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് കണ്ടുപിടിക്കുന്നു.
മാസ്റ്റർ പക്ഷേ അവരോട് ദേഷ്യപ്പെടുകയോ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്യുന്നില്ല. പകരം ഒരു ഉപദേശം പോലെ ഒന്ന് സംസാരിക്കുക മാത്രമാണ് അയാൾ ചെയ്യുന്നത്. He warns the young man that lust can lead down a dark path, fueling desires for possessions and ultimately leads to murder. നമ്മുടെ ചെറുപ്പക്കാരനോട് മാസ്റ്റർ പറയുന്നത് ഈ ലസ്റ്റ് അതിന് പുറകെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങളിലേക്കും പൊസഷൻസിലേക്കും, അതായത് കുറേ വസ്തുക്കൾ വേണമെന്നുള്ള ആഗ്രഹത്തിലേക്കൊക്കെ നമ്മൾ നയിക്കും. അവസാനം വയലൻസിലേക്കും മർഡറിലേക്ക് വരെ അത് നയിക്കുമെന്നാണ് നമ്മുടെ സന്യാസി പറയുന്നത്. He also acknowledges the woman's recovery, allowing her to leave the monastery. കൂടാതെ മാസ്റ്റർ പറയുന്നത് ഇവളുടെ ഡിപ്രഷനൊക്കെ ഇപ്പോൾ മാറി, അവൾക്ക് സുഖമായിട്ടുണ്ട്, അവൾക്ക് ഇനി ആശ്രമത്തിൽ നിന്ന് പോകാം എന്നാണ് അവൾ പറയുന്നത്. Tormented by his desires, the young man abandons the serenity of the monastery that very night. അങ്ങനെ ആ യുവതി അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. ആ യുവതി പോയതിനു ശേഷം സ്വാഭാവികമായിട്ടും ഇവന്റെ ഫസ്റ്റ് റൊമാൻസ് ആണ്, ഇവനത് സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനെ അന്ന് രാത്രി അവനും ആ ആശ്രമം വിട്ടുകൊണ്ട് അവിടുന്ന് പോകുന്നതാണ് നമ്മൾ ഈ പാർട്ടിനകത്ത് കാണുന്നത്. ഫോൾ. പിന്നീട് ഈ സന്യാസി ഇവിടെ ആശ്രമത്തിൽ ഒറ്റയ്ക്കാണുള്ളത്. പിന്നെ കുറച്ച് വർഷങ്ങൾ കടന്നു പോയതിന് ശേഷമുള്ള കാര്യങ്ങളാണ് നമ്മൾ അടുത്ത പാർട്ടിൽ കാണുന്നത്. ഇയേഴ്സ് ലേറ്റർ, ദ മാസ്റ്റർ സ്റ്റംബിൾസ് അപ്പോൺ എ ന്യൂസ് പേപ്പർ വൈൽ ഓൺ സപ്ലൈ റൺ ടു ദ വില്ലേജ്. ഒരു ദിവസം വില്ലേജിൽ വെച്ചിട്ട് ആശ്രമത്തിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് വില്ലേജിലേക്ക് പോയിരിക്കുന്ന ഈ സന്യാസി ഒരു ന്യൂസ് പേപ്പർ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. ഹിസ് ഫോമർ അപ്രന്റീസ് ഇസ് നൗ എ വാണ്ടഡ് ഫ്യൂജിറ്റീവ് അക്യൂസ്ഡ് ഓഫ് മർഡറിംഗ് ഹിസ് വൈഫ്. അവിടെ ഉണ്ടായിരുന്ന ആ പഴയ ആ കുട്ടി, ആ ചെറുപ്പക്കാരൻ ഒരു വാണ്ടഡ് ക്രിമിനൽ ആണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം ന്യൂസ് പേപ്പറിനകത്ത് കാണുന്നത്. സ്വന്തം വൈഫിനെ മർഡർ ചെയ്തതിന്റെ കേസിൽ ഇയാളൊരു പിടികിട്ടാ പുള്ളി എന്നുള്ള രീതിയിലാണ് ഈ പേപ്പറിനകത്ത് ഈ വാർത്ത കാണുന്നത്. Foreseeing his return, he prepares the monastery for the man's possible return. ഈ ന്യൂസ് കാണുന്ന സമയത്ത് നമ്മുടെ മാസ്റ്റർ നമ്മുടെ ആശ്രമമൊക്കെ ഒന്ന് ഒരുക്കി വെക്കുകയാണ്. കാരണം അവൻ അവിടേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് ഇയാൾ പ്രതീക്ഷിക്കുന്നത്. As predicted, the young man, now ravaged by guilt and despair, returns seeking solace. അങ്ങനെ ഇദ്ദേഹം പ്രതീക്ഷിക്കുന്ന പോലെ ആ ചെറുപ്പക്കാരൻ അവിടേക്ക് തിരിച്ചു വരുന്നുണ്ട്. കുറ്റബോധവും അതുപോലെ തന്നെ ദേഷ്യവും അങ്ങനെയുള്ള വികാരങ്ങൾ കൊണ്ടൊക്കെ ആകെ തകർന്നിട്ടാണ് ഇയാൾ അങ്ങോട്ട് വരുന്നത്. ദ മാസ്റ്റർ എവർ പേഷ്യന്റ് സ്റ്റോപ്സ് ഹിം ഫ്രം ടേക്കിംഗ് ഹിസ് ഓൺ ലൈഫ്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ വന്നിട്ട് സ്വന്തം ജീവൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ആദ്യം ശ്രമിക്കുന്നത്. അതിൽ നിന്ന് നമ്മുടെ സന്യാസി അയാളെ തടയുന്നു. ഇൻസ്റ്റെഡ് ഹി ഓഫേഴ്സ് എ പാത്ത് ടു റിഡംഷൻ, carving the heart sutra onto a wooden block with a very knife he committed sin. അതിന് പകരം അദ്ദേഹം വേറൊരു കാര്യമാണ് പറയുന്നത്. ഹാർട്ട് സൂത്ര, ഒരു ബുദ്ധ മന്ത്രം ഇങ്ങനെ കത്തി കൊണ്ട് ഈ ഒരു മരപ്പലകയുടെ മുകളിൽ ഇങ്ങനെ കൊത്തിവെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സന്യാസി ഈ ചെറുപ്പക്കാരനോട് പറയുന്നത്. Two detectives arrive seeking to apprehend the fugitive. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രണ്ട് പോലീസുകാർ വരുന്നു. ഈ ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിട്ടുള്ളത്. ദ മാസ്റ്റർ റിക്വസ്റ്റ് ദേ അലോ ദ യങ് മാൻ ടു ഫിനിഷ് ദി ആക്ട് ഓഫ് പെനൻസ് ടു വിച്ച് ദേ അഗ്രി. അപ്പോൾ മാസ്റ്റർ പറയുന്നു അവനെ മന്ത്രം ഇങ്ങനെ അവിടെ ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുകയാണ്, അതൊന്ന് പൂർത്തിയാക്കാൻ അവനെ അനുവദിക്കണം, അതിനുശേഷം അവനെ അറസ്റ്റ് ചെയ്യാമെന്നാണ് മാസ്റ്റർ പറയുന്നത്. ആ പോലീസുകാർ അത് സമ്മതിക്കുന്നു. അങ്ങനെ ഈ പോലീസുകാരും ഈ ആശ്രമത്തിൽ ഒരു മനസ്സമാധാനവും ഒക്കെ അനുഭവിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നീട് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. വിത്ത് എ ന്യൂ ഫോൺ പീസ് ദ യങ് മാൻ ഈസ് ടേക്കൺ അവേ ബൈ ദി അതോറിറ്റീസ്. അങ്ങനെ ഇവന്റെ ഈ മന്ത്രമൊക്കെ കുത്തിവെക്കൽ കഴിയുന്ന സമയത്ത് അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. മീൻവൈൽ ദ മാസ്റ്റർ, റിയലൈസിംഗ് ഹിസ് ലൈഫ് നിയേഴ്സ് ഇറ്റ്സ് എൻഡ്, പെർഫോംസ് എ ഫൈനൽ ബുദ്ധിസ്റ്റ് റിച്വൽ ആൻഡ് ഡിപ്പാർട്സ് ഫ്രം ദ വേൾഡ്. അപ്പോൾ നമ്മുടെ ബുദ്ധ സന്യാസി മാസ്റ്റർ അദ്ദേഹത്തിന്റെ ജീവിതകാലം കഴിയാറായിട്ടുണ്ട് എന്നുള്ളൊരു തോന്നലില് അദ്ദേഹം സ്വയം സമാധിയാവുകയാണ്. ഒരു ബുദ്ധിസ്റ്റ് റിച്വലാണ്, അതായത് ഒരു ചിത ഒരുക്കിയിട്ട് അതിനകത്ത് ഇങ്ങനെ സമാധിയായി ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ മരിക്കുന്നത്. ഇതാണ് നമ്മൾ അടുത്ത പാർട്ടിൽ കാണുന്നത്. വിന്റർ. വീണ്ടും വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. ഇയേഴ്സ് പാസ് ആൻഡ് ദ ഫോമർ അപ്രന്റീസ് റിട്ടേൺസ് ആസ് എ ചേഞ്ച്ഡ് മാൻ. അങ്ങനെ നമ്മുടെ ഈ ചെറുപ്പക്കാരൻ അയാളുടെ ജയിൽ ശിക്ഷയെല്ലാം കഴിഞ്ഞിട്ട് ഒരു പുതിയ മനുഷ്യനായിട്ട് അവിടേക്ക് തിരിച്ചു വരികയാണ്. ഹി ടേക്സ് അപ്പ് ദ മാൻഡിൽ ഓഫ് ദ മാസ്റ്റർ ടെൻഡിങ് ടു ദ വൺസ് നെഗ്ലക്റ്റഡ് ടെമ്പിൾ. അപ്പോൾ നമ്മുടെ മാസ്റ്റർ പോയതിനു ശേഷം ആ ആശ്രമത്തിൽ ഇപ്പോൾ ആരുമില്ല.
അപ്പോൾ ഇയാൾ അവിടേക്ക് വന്നിട്ട് ആ ആശ്രമം ഏറ്റെടുത്തിട്ട് നമ്മുടെ മാസ്റ്ററുടെ സ്ഥാനം അവിടെ അദ്ദേഹം ഏറ്റെടുക്കുകയാണ്. വൺ നൈറ്റ് എ വുമൺ അപ്പിയേഴ്സ് അബാൻഡനിങ് ഹെർ ബോയ് സൺ അറ്റ് ദ ഡോർ സ്റ്റെപ്പ് ബിഫോർ ട്രാജിക്കലി ഡ്രോൺ ഇൻ അൻ ഐസ് പിറ്റ്. അങ്ങനെ ഒരു രാത്രി ഒരു സ്ത്രീ ഒരു മുഖമൊക്കെ മറച്ചുകൊണ്ടാണ് ആ സ്ത്രീ വരുന്നത്. ആ സ്ത്രീ വന്നിട്ട് അവരുടെ ചെറിയൊരു കുട്ടിയെ അവിടെ ആശ്രമത്തിന്റെ വാതിലിന്റെ അവിടെ വെച്ചിട്ട് അവർ പോവുകയാണ്. പോകുന്ന വഴിക്ക് ഇവിടെ വിന്റർ ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഇങ്ങനെ മഞ്ഞിലുള്ള ഒരു കുഴിയിൽ വീണിട്ട് ആ സ്ത്രീ മരിക്കുന്നുണ്ട്. എന്തായാലും നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത് ഒരു അനാഥനായിട്ടുള്ള ഒരു കുട്ടീനെ അവിടെ ഈ ആശ്രമത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് ഒരു സ്ത്രീ പോകുന്നു. ദ ന്യൂ മാസ്റ്റർ ടേക്സ് എ ചൈൽഡ് ഇൻ ടു ദ മൊണാസ്റ്ററി. അപ്പോൾ നമ്മുടെ ആ പഴയ ചെറുപ്പക്കാരനാണ് ഇപ്പോൾ ആശ്രമത്തിലെ മാസ്റ്റർ ആയിട്ടുള്ളത്. ഈ കുട്ടിയെ അയാൾ ഈ ആശ്രമത്തിലേക്ക് എടുക്കുന്നു. സ്പ്രിംഗ് ആൻഡ് സ്പ്രിംഗ്, വീണ്ടും സ്പ്രിംഗിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. ദ ഫിലിം കൺക്ലൂഡ്സ് വിത്ത് എ പവർഫുൾ സെൻസ് ഓഫ് സൈക്ലിക്കൽ റിന്യൂവൽ. നമ്മൾ സിനിമയുടെ ആദ്യത്തിലുണ്ടായിരുന്ന സ്പ്രിങ്, നമ്മുടെ ആദ്യത്തെ ആ കുട്ടി ഇങ്ങനെ കളിച്ചു നടക്കുന്നതൊക്കെയാണ് കണ്ടിരുന്നത്. അതിലേക്ക് ഒരു സൈക്ലിക്കൽ റിന്യൂവൽ ആയിട്ടാണ് സിനിമ പോകുന്നത്. ദ ന്യൂ മാസ്റ്റർ ആൻഡ് ദി അബാൻഡൻഡ് ചൈൽഡ് നൗ റിസൈഡ് ഇൻ ദ മൊണാസ്റ്ററി. ദ ചൈൽഡ് മിററിംഗ് ദ യങ് അപ്രന്റീസ് പാസ്റ്റ് ക്രൂവൽറ്റി പ്ലേഫുള്ളി ടോർമെന്റ്സ് എ ടേർട്ടിൽ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ കുട്ടി കുറച്ച് വലുതായിട്ടുണ്ട്. ഈ കുട്ടിയും അതുപോലെ തന്നെ ഈ മാസ്റ്ററും കൂടിയിട്ട് ഈ ആശ്രമത്തിൽ ജീവിക്കുന്നു. നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ ആ പഴയ കുട്ടി ഇങ്ങനെ വികൃതി കാണിച്ചിരുന്നത് പോലെ ഈ ആശ്രമത്തിൽ വന്നിട്ടുള്ളപ്പോൾ ഈ പുതിയ കുട്ടി അവിടെ ഒരു ആമേനെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നതായിട്ട് ഇങ്ങനെ വികൃതി കാണിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. The final image passed the serene Buddha statue atop a mountain overlooking the tranquil lake. അങ്ങനെ ഈ ഒരു ജീവിതത്തിന്റെ സൈക്കിൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. ഇതിലെ ലാസ്റ്റ് ഇമേജ് ആയിട്ട് നമ്മൾ കാണുന്നത് ഈ മൗണ്ടൈൻ്റെ മുകളിൽ ഒരു ബുദ്ധന്റെ സ്റ്റാച്യു ഈ ഒരു ലേക്കിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇനി ഇതിലെ നോട്ട്സ് ആണ്. ആദ്യം നമുക്ക് വരുന്നത് സിംബോളിസമാണ്. പ്രധാനമായിട്ടും ഇതിലെ ഈ സീസണുകൾ തന്നെയാണ് ഇവിടെ സിംബലായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. സ്പ്രിങ് സിംബലൈസസ് യൂത്ത്, ഇന്നസെന്റ് ആൻഡ് ന്യൂ ബിഗിനിങ്സ്. സ്പ്രിങ് എന്ന് പറയുന്നത് ഇവിടെ ഇന്നസെൻസ്, നിഷ്കളങ്കത, ആ കുട്ടിയുടെ ആ ഒരു പ്രായം, നിഷ്കളങ്കത, അതുപോലെ തന്നെ പുതിയ തുടക്കം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുടെ സിംബലായിട്ടാണ് വരുന്നത്. ഇൻ ദ ഫിലിം Spring is associated with the young boy's early life on the floating monastery, his curiosity and his initial experiences with the master's teachings. ഈ സിനിമയിൽ നമ്മൾ സ്പ്രിങ് കാണുന്നത് ഈ കുട്ടിയുടെ ചെറുപ്പകാലമാണ് സ്പ്രിങ്ങിൽ വരുന്നത്. അവൻ്റെ ഈ ക്യൂരിയോസിറ്റി, ഇന്നസെൻസ്, അവൻ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സ്പ്രിങ്ങിൽ വരുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ്സ് എ സ്റ്റേജ് ഓഫ് ലൈഫ് വെർ എവറിത്തിങ് ഈസ് ഫ്രഷ്, പ്യുവർ ആൻഡ് ഫുൾ ഓഫ് പൊട്ടൻഷ്യൽ. അങ്ങനെ ജീവിതത്തിലെല്ലാം ഇങ്ങനെ ഫ്രഷും അതുപോലെ തന്നെ ന്യൂവും ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിനെയാണ് ഇവിടെ സ്പ്രിങ് കൊണ്ട് സിംബലൈസ് ചെയ്യുന്നത്. അടുത്തത് സമ്മർ റെപ്രസെൻറ്റ്സ് പാഷൻ, ഡിസയർ ആൻഡ് ദ പീക്ക് ഓഫ് ലൈഫ്സ് എക്സ്പീരിയൻസസ്. ഇനി സമ്മറിലാണ് ഇവന് ആ ഒരു യുവതിയുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ സമ്മർ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ പാഷൻ, ഡിസയർ തുടങ്ങിയ കാര്യങ്ങളുടെ സിമ്പിളായിട്ടാണ് നമ്മൾ കാണുന്നത്. In the film, summer is depicted through the young man's romantic involvement with the woman who visits the monastery. It symbolizes the intensity of emotions and desires that can lead to both joy and suffering. അപ്പോൾ സമ്മറിൽ നമ്മൾ കാണുന്നത് ഇവൻ്റെ ഈ ഡിസയർ ആണ്. അപ്പോൾ ഈ ഡിസയർ കാരണം കൊണ്ട് സന്തോഷവും അതുപോലെ തന്നെ സങ്കടവും എല്ലാം ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സിംബോളിസത്തിൽ കാണുന്നത്. അടുത്തത് ഫോൾ സിംബലൈസസ് കോൺസിക്വൻസസ് ആൻഡ് റെക്കനിങ്. ഫോൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തികളുടെ കോൺസിക്വൻസസ്, അതിന്റെ പരിണിത ഫലം എന്നുള്ളതിന്റെ ഒരു സിംബലാണ്. ഇൻ ദ ഫിലിം ഓട്ടം ഈസ് പോർട്രേഡ് വെൻ ദ പ്രൊട്ടഗോണിസ്റ്റ് റിട്ടേൺസ് ടു ദ മൊണാസ്റ്ററി ആസ് എ ഫ്യൂജിറ്റീവ് ഫേസിങ് ദ കോൺസിക്വൻസസ് ഓഫ് ഹിസ് പാസ്റ്റ് ആക്ഷൻസ്. ഈ ഫോളിനകത്ത് നമ്മൾ കാണുന്നത് ഇവൻ ഒരു ക്രിമിനലായിട്ട്, ഒരു മർഡററായിട്ട് ഈ മൊണാസ്റ്ററിയിലേക്ക് തിരിച്ചു വരുന്നതാണ്. അപ്പോൾ അവൻ്റെ പ്രവൃത്തിയുടെ ഒരു കോൺസിക്വൻസസ് അവൻ ഫേസ് ചെയ്യുന്നതാണ് നമ്മളിതിൽ കാണുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ്സ് എ ടൈം ഓഫ് റിഫ്ലക്ഷൻ ആൻഡ് അക്കൗണ്ടബിലിറ്റി വേർ വൺ മസ്റ്റ് കൺഫ്രണ്ട് ദി ഔട്ട്കംസ് ഓഫ് ദെയർ ചോയ്സസ്. അതായത് ഒരു സെൽഫ് റിഫ്ലക്ഷൻ, നമ്മൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക, അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റി, ഇവനെ അവിടുന്ന് പോലീസ് വന്നിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്, അപ്പോൾ നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നമ്മൾ അനുഭവിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു സിമ്പിളായിട്ടാണ് ഫോൾ വരുന്നത്. ഇനി വിന്റർ symbolizes old age, wisdom and the end of the cycle.
ഇനി വിന്റർ ആണ് ഈ സൈക്കിളിന്റെ ലാസ്റ്റ് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ സ്പ്രിങ്ങിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യുക. അത് ഈ ഓൾഡ് ഏജ്, അതുപോലെ തന്നെ വിസ്റ്റം, ഈ പ്രായമാകുമ്പോൾ ലഭിക്കുന്ന ഈ അറിവ്, വിവേകം തുടങ്ങിയ കാര്യങ്ങളുടെ സിമ്പിളായിട്ടാണ് അത് വരുന്നത്. ഇൻ ദ ഫിലിം വിന്റർ ഈസ് depicted in the final years of the protagonist's life, where he has achieved a sense of peace and enlightenment. വിന്റർ നമ്മൾ കാണുന്നത് ഈവൻ ഈ ജയിൽ ശിക്ഷയൊക്കെ അനുഭവിച്ചതിന് ശേഷം അവിടേക്ക് ഒരു പുതിയ മനുഷ്യനായിട്ട് സമാധാനത്തോട് കൂടിയിട്ട് തിരിച്ചു വരുന്ന ഒരു കാലഘട്ടമായിട്ടാണ്. ഇറ്റ് റെപ്രസെന്റ്സ് ദ കൾമിനേഷൻ ഓഫ് എ ലൈഫ് ലോങ് ജേർണി ടുവേർഡ്സ് സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അക്സെപ്റ്റൻസ് ഓഫ് ലൈഫ്സ് ഇംപെർമനൻസ്. ജീവിതത്തിന്റെ നശ്വരത അംഗീകരിക്കുകയും അതുപോലെ തന്നെ ഒരു മനസ്സമാധാനത്തോടു കൂടി ഇരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിട്ടാണ് വിന്റർ ഈ സിനിമയ്ക്കകത്ത് ചിത്രീകരിച്ചിട്ടുള്ളത്. ഇനി ഇതിലെ ഇമ്പോർട്ടന്റ് തീംസ് ആണ്. നമുക്ക് പ്രധാനമായിട്ടും 2 തീമുകളാണ് വരുന്നത്. ഒന്ന്, സൈക്കിൾ ഓഫ് ലൈഫ്. ദ ഫിലിം എക്സ്പ്ലോർസ് സൈക്ലിക്കൽ നേച്ചർ ഓഫ് ലൈഫ് മിറേർഡ് ഇൻ ദ ചേഞ്ചിങ് സീസൺസ് ആൻഡ് ദ സ്റ്റേജസ് ഓഫ് ദ പ്രൊട്ടഗോണിസ്റ്റ് ലൈഫ് ഫ്രം ചൈൽഡ്ഹുഡ് ടു ഓൾഡ് ഏജ്. നമുക്ക് ഈ ലൈഫ് സൈക്കിള് എന്ന് പറയുന്നത് 2 കാര്യങ്ങളോടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ഒന്ന്, സീസൺസ് ഇങ്ങനെ മാറി മാറി വരുന്നതും, മറ്റൊന്ന് ഈ പ്രൊട്ടഗോണിസ്റ്റ് ഇങ്ങനെ ചെറിയ കുട്ടി എന്നുള്ളതിൽ നിന്ന് ഓൾഡ് ഏജിലേക്ക് എത്തുന്ന വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ സിനിമയ്ക്കകത്ത് കാണുന്നത്. ദിസ് തീം ഈസ് റീഇൻഫോഴ്സ്ഡ് ബൈ ദ മൊണാസ്റ്ററീസ് ലൊക്കേഷൻ ഓൺ എ ഫ്ലോട്ടിംഗ് ലേക്ക്, സിംബലൈസിംഗ് ട്രാൻസിയന്റ് നേച്ചർ ഓഫ് എക്സിസ്റ്റൻസ്. അപ്പോൾ ഈ ഒരു തീം ഇവിടെ എഫക്റ്റീവായിട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ ലൊക്കേഷൻ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു തടാകത്തിൽ എന്നുള്ള അതൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ട് വരുന്നുണ്ട്. അടുത്തത്, സ്പിരിച്വൽ ഗ്രോത്ത്. The protagonist's journey from innocence to experience, guided by the Buddhist master, reflects a broader theme of spiritual growth and enlightenment. അടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് സ്പിരിച്വൽ ഗ്രോത്ത് ആണ്. ഈ കുട്ടിയെ നമ്മൾ ആദ്യം കാണുന്ന സമയത്ത് അവൻ വളരെ ഇന്നസെന്റ് ആണ്, നിഷ്കളങ്കനാണ്. പിന്നീട് അവന് ഡിസയർ ഉണ്ടാവുന്നു, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അവസാനം അവൻ ഇങ്ങനെ ഒരു വിസ്ഡം, ഒരു എൻലൈറ്റ്മെന്റോട് കൂടിയിട്ട് അവിടേക്ക് തിരിച്ചു വരുന്നതാണ് നമ്മൾ കാണുന്നത്. ആ രീതിയിലുള്ള ഒരു സ്പിരിച്വൽ ഗ്രോത്തിന്റെ ഒരു തീം കൂടി നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. ഈച്ച് സീസൺ റെപ്രസെന്റ്സ് എ സ്റ്റേജ് ഇൻ ദിസ് സ്പിരിച്വൽ ജേർണി, കൾമിനേറ്റിംഗ് ഇൻ എ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈഫ്സ് ഇംപെർമനൻസ്. അതുപോലെ തന്നെ ഈ സ്പിരിച്വൽ ജേർണിയുടെ ഓരോ സ്റ്റേജുകളായിട്ടാണ് ഇവിടെ ഓരോ സീസൺ, ഈ സമ്മർ, വിന്റർ, ഫോൾ തുടങ്ങിയതിനൊക്കെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.